ഹായ് എവരി വൺ. ഇന്നത്തെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് നാറ്റ്, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിഫറൻസ് ബിറ്റ്വീൻ നാറ്റ് ആൻഡ് പാറ്റ്. അപ്പം ആ ഒരു വീഡിയോ കാണാത്ത കാൻഡിഡേറ്റ്സ് ജസ്റ്റ് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുന്നത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് മനസ്സിലാവും. നാറ്റ് എന്ന് പറയുന്നത് CCNA വരുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് IP. നോർമലി നമ്മൾ CCNA ലെവലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് IP റേഞ്ചിലുള്ള ആൾക്കാർക്ക് ഇൻ്റർനെറ്റ്, അതായത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പബ്ലിക് IP റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. പബ്ലിക് നെറ്റ്വർക്ക്, അതായത് പ്രൈവറ്റ് നെറ്റ്വർക്കിൽ ഇരുന്നു കൊണ്ട് പബ്ലിക് നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ ഇരുന്നു കൊണ്ട് ഇൻ്റർനെറ്റിലേക്ക് ബ്രൗസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി, റൂട്ടറിനകത്തുള്ളൊരു ഫങ്ഷനാലിറ്റിയാണ് എന്ത്, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ഇവിടെ നമ്മൾ 192.168.1 എന്ന് പറയുന്ന പ്രൈവറ്റ് IP റേഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ലാൻഡിലുള്ള എല്ലാവർക്കും 192.168.1 റേഞ്ചാണ് IP കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എയർടെലിൻ്റെയോ BSNLൻ്റെയോ ടാറ്റൻ്റെയോ അല്ലെങ്കിൽ ജിയോൻ്റെയോ ഒക്കെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ റൂട്ടറിൽ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റൂട്ടറിൽ ഈ ഒരു ഇൻ്റർഫേസിൽ പബ്ലിക് നെറ്റ്വർക്കും ഈ ഒരു ഇൻ്റർഫേസിൽ പ്രൈവറ്റ് നെറ്റ്വർക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് നെറ്റ്വർക്കിൽ നിന്ന് നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ റൂട്ടറിൽ വന്നിട്ട് നാറ്റ് കോൺഫിഗർ ചെയ്ത് കൊടുക്കണം. ഈ റൂട്ടറിനെ നാറ്റ് ഡിവൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ ഇതിനകത്ത് കോൺഫിഗർ ചെയ്യണം. അപ്പം ഇവരെന്ത് ചെയ്യും, ഈ പാക്കറ്റ് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ ഒരു ഡാറ്റ ഇൻ്റർനെറ്റിലേക്ക് അയക്കുകയാണെങ്കിൽ പാക്കറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് നോക്കാം. ഇതാണ് നമ്മളുടെ ഡാറ്റ എന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ IP, സോഴ്സ് IP. ഡെസ്റ്റിനേഷൻ IP എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ ഇൻ്റർനെറ്റ് ഗൂഗിളിലേക്ക് നമ്മൾ ചെയ്യുക. സപ്പോസ് ഗൂഗിളിൻ്റെ IP ഒരു 200.1.1.1 ആണ് എന്ന് വിചാരിക്കാം, ഡെസ്റ്റിനേഷൻ IP. സോഴ്സ് IP എന്ന് പറയുന്നത് 192.168.1.2. ഇതിൽ നിന്നാണ്, ഈ കമ്പ്യൂട്ടറിൽ നിന്നാണ് ബ്രൗസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അയാളുടെ IP ആയിരിക്കും സോഴ്സ് IPയിൽ ഉണ്ടാവുക. അപ്പോൾ ഈ പാക്കറ്റ് നേരെ ട്രാവൽ ചെയ്ത് സ്വിച്ചിനകത്തൂടെ ട്രാവൽ ചെയ്ത് ഈ റൂട്ടറിലെത്തി. ഈ റൂട്ടറിൽ നാറ്റ് കോൺഫിഗേർഡ് ആണെങ്കിൽ ഈ റൂട്ടർ ഈ പാക്കറ്റിനെ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ സോഴ്സ് IP ചേഞ്ച് ചെയ്യും. ഡെസ്റ്റിനേഷൻ IPനെ ഒന്നും അയാൾ ചേഞ്ച് ചെയ്യില്ല, പക്ഷേ സോഴ്സ് IP എന്ത് ചെയ്യും, പബ്ലിക് IPയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ 202.45.1.1 എന്ന് പറയുന്നത് ഒരു പബ്ലിക് IP. ഈ പബ്ലിക് IPയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യും. ഡെസ്റ്റിനേഷൻ IP 201.1.1 എന്നിട്ടാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്, ഈ പാക്കറ്റിനെ ഇൻ്റർനെറ്റിലേക്ക് വിടുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിലുള്ള ISPയിലുള്ള റൂട്ടേഴ്സൊക്കെ അവരെന്തേ കാണുന്നുള്ളൂ, അവർ റൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡെസ്റ്റിനേഷൻ IP വെച്ച് റൂട്ട് ചെയ്തു ഈ സെർവറിലെത്തി. അവർ തിരിച്ചയക്കുന്നത് എങ്ങോട്ടേക്കാണ്, ഈ ഒരു IPയിലേക്കാണ് തിരിച്ചയക്കുന്നത്. അപ്പോൾ ഇവിടെ ഇൻ്റർനെറ്റിൻ്റെ റൂട്ടിംഗ് ടേബിളൊന്നും പ്രൈവറ്റ് IP ഉണ്ടാവില്ല നമുക്കറിയാം. പക്ഷേ പ്രൈവറ്റ് IPൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി ഇതിനെ പബ്ലിക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് വിട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ പാക്കറ്റ് തിരിച്ച് ഈ റൂട്ടറിലെത്തും. ഈ റൂട്ടറിന് തിരിച്ച് അങ്ങോട്ടേക്ക് ഈ പാക്കറ്റിനെ, അതായത് ഈ ലാൻഡിലേക്ക് ഇതിനെ സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, ഡെസ്റ്റിനേഷൻ IPനെ ചേഞ്ച് ചെയ്യണം. കാരണം ഇവിടുന്ന് പാക്കറ്റ് ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഡെസ്റ്റിനേഷൻ IP എന്ന് പറയുന്നത് എത്രയാണ്, 202.45.1.1 ആണ് ഡെസ്റ്റിനേഷൻ IP. അപ്പം ഇവിടുന്ന് പാക്കറ്റ് തിരിച്ച് ഇങ്ങോട്ട് എത്തുന്ന സമയത്ത് എന്തിനാണ്, ഡെസ്റ്റിനേഷൻ IPനെയാണ് ചേഞ്ച് ചെയ്ത്, ഡെസ്റ്റിനേഷൻ IPനെ ചേഞ്ച് ചെയ്ത് 192.168.1.2 എന്ന് പറയുന്ന IPയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഈ ഡാറ്റനെ അയാൾ ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്തത്. അപ്പോൾ ഇവിടുന്ന് രണ്ട് ട്രാൻസ്ലേഷനും, പ്രൈവറ്റ് ടു പബ്ലിക്, അതേമാതിരി തിരിച്ചു വരുന്ന സമയത്ത് പബ്ലിക് ടു പ്രൈവറ്റ്. ഈ ട്രാൻസ്ലേഷൻ, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ, ഈ ഒരു ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നാറ്റ് എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ റൂട്ടറിനകത്ത് ചെയ്തു കൊടുക്കണം. IP നെറ്റ് ഇൻസൈഡ്, IP നെറ്റ് ഔട്ട്സൈഡ്,
അങ്ങനെയൊക്കെ പറഞ്ഞ കുറച്ച് കമാൻഡുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾക്കത് കോൺഫിഗർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നാറ്റ്. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ CCNA പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഇനി എന്താണ് നമ്മളിതിനെ എങ്ങനെയാണ് നമ്മൾ ഇൻ്റർവ്യൂവിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ സിമ്പിൾ മെത്തേഡ് നമുക്ക് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നാറ്റ് ട്രാൻസ്ലേറ്റ്സ് പ്രൈവറ്റ് IP ടു എ പബ്ലിക് IP ഫോർ ഇൻ്റർനെറ്റ് ആക്സസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നാറ്റ് അലൗസ് മൾട്ടിപ്പിൾ ഡിവൈസസ് ടു ഷെയർ എ സിംഗിൾ പബ്ലിക് IP ടു കണക്ട് ടു ദ ഇൻ്റർനെറ്റ്. പിന്നെ മറ്റൊരു ഡെഫിനിഷൻ, നാറ്റ് ഹൈഡ്സ് ഇൻറ്റേർണൽ IP അഡ്രസ്സസ് ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. ഇപ്പോൾ നാറ്റ് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആക്ച്വൽ IP എത്രയാണ് എന്നുള്ളത് ഇൻ്റർനെറ്റിലുള്ള ഒരാൾക്ക് ഗസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മളെ ഡയറക്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ട് ആക്സസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ഇങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് മീൻസ് അവർക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് നമ്മളിലേക്ക് ആക്സസ് ചെയ്യാം. അപ്പം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സെക്യൂറായി എന്നും നമുക്ക് പറയാം. ഓക്കെ, പിന്നെ നാറ്റ് കൺവേർട്ട് ഇൻറ്റേർണൽ പ്രൈവറ്റ് IP ടു എ റൂട്ടബിൾ പബ്ലിക് IP ഓൺ ദ ഇൻ്റർനെറ്റ്. ഓക്കെ, ഇത് ഏറ്റവും ചെറിയ ഡെഫിനേഷൻസാണ്, ഏറ്റവും കുറച്ച് വേർഡ്സ് മാത്രം വെച്ചിട്ടുള്ള ഡെഫിനേഷൻ. ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉള്ള ഡെഫിനേഷൻസ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നാറ്റ് എനേബിൾസ് പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് ടു കണക്ട് ടു ദ ഇൻ്റർനെറ്റ് സെക്യൂർലി. പിന്നെ നാറ്റ് ഹെൽപ്സ് കൺസേർവ് IP അഡ്രസ്സസ് ബൈ റീയൂസിങ് പ്രൈവറ്റ് IPs. ഒരു പ്രൈവറ്റ് IP തന്നെ ഒരു ഹെൽപ്സ് കൺവേർട്സ് IP അഡ്രസ് ബൈ റീയൂസിങ് പ്രൈവറ്റ് IPs. ഈ ഒരു ഡെഫിനേഷൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ഇത് നിങ്ങൾ പഠിക്കേണ്ട. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഡെഫിനേഷൻസ് നിങ്ങളൊന്ന് നോക്കുക, എന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ഡെഫിനേഷൻസ് പഠിച്ചു നോക്കുക. അപ്പോൾ ആ ലാസ്റ്റ് ഡെഫിനേഷൻ മാത്രം നിങ്ങൾ ഒന്ന് ഒഴിവാക്കുക, അത് നിങ്ങൾ പഠിക്കേണ്ട. ബാക്കിയുള്ള ഏതെങ്കിലും 2-3 ഡെഫിനേഷൻ മാത്രം പഠിച്ചു വെച്ചേക്കാം. നാറ്റ് എന്തായാലും ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.